നമസ്കാരം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് കേരളത്തെ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമാക്കുമെന്ന ബി.ജെ.പി പ്രതീക്ഷയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഒപ്പം അതിനെതിരായ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയും. കേരളത്തെ ബി.ജെ.പിക്ക് ജയിക്കാനാകാത്ത ഇടമാക്കുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ബി.ജെ.പി നിർവാഹക സമിതി യോഗ പ്രമേയത്തോട് പ്രതികരിച്ചത്. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് പ്രധാന വാർത്തകൾ. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാൻ ഉറപ്പിച്ച് ബി.ജെ.പി ദേശീയ നിർവാഹക സമിതി യോഗം സമാപിച്ചു. കേരളവും ബംഗാളും ലക്ഷ്യമിട്ട് പ്രത്യേക കർമ്മ പദ്ധതി. ബി.ജെ.പി ജയിക്കാത്ത ഇടമാക്കി കേരളത്തെ മാറ്റുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. യു.പിയിലെ ജയത്തെക്കാൾ വലിയ നേട്ടമാണ് നോട്ട് അസാധുവാക്കലിന്റെ വിജയമെന്ന് നരേന്ദ്രമോദി. ബന്ധു നിയമന വിവാദത്തിൽ EP ജയരാജനെതിരെ സംഘടനാ നടപടി ഉറപ്പ്. പരസ്യശാസനയ്ക്ക് സാധ്യത. CPI-യുമായി നയപരമായ പ്രശ്നമില്ലെന്നും കാനത്തോട് സംസാരിച്ചെന്നും കോടിയേരി ബാലകൃഷ്ണൻ. തുർക്കിയിൽ ഹിതപരിശോധന പുരോഗമിക്കുന്നു. ജനം വിധിയെഴുതുന്നത് രാജ്യം പ്രസിഡൻഷ്യൽ ഭരണത്തിലേക്ക് മാറണോ എന്ന കാര്യത്തിൽ. പോളിംഗ് ബൂത്തിലുണ്ടായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. സംസ്ഥാനത്ത് ഗാർഹിക വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നു. യൂണിറ്റിന് 10 മുതൽ 30 പൈസ വരെ വർദ്ധിപ്പിക്കുമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ. തീരുമാനം നാളത്തെ യോഗത്തിന് ശേഷം. കാർഷിക മേഖലയെ ഒഴിവാക്കുമെന്ന സൂചന. ബി.ജെ.പിയുടെ കേരള സ്വപ്നങ്ങൾ. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാൻ ഉറപ്പിച്ച് ബി.ജെ.പി ദേശീയ നിർവാഹക സമിതി യോഗം സമാപിച്ചു. കേരളവും ബംഗാളും ലക്ഷ്യമിട്ട് പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. മുത്തലാഖ് വിഷയത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് സാമൂഹ്യനീതി ഉറപ്പാക്കണമെന്ന് നിർവാഹക സമിതി യോഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു. ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ബി.ജെ.പിയുടെ പ്രധാന പ്രചരണായുധം മുത്തലാഖായിരുന്നു. മുത്തലാഖിനെതിരെ നിലപാടെടുക്കുന്നതിലൂടെ മുസ്ലിം സ്ത്രീകളുടെ പിന്തുണ ഉറപ്പാക്കാമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. കേരളവും ബംഗാളുമടക്കം ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുത്തലാഖ് ബി.ജെ.പിയുടെ മുഖ്യ പ്രചരണ വിഷയമാകുമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഭുവനേശ്വർ പ്രസംഗം വ്യക്തമാക്കുന്നത്. 2022 ആകുമ്പോഴേക്കും എല്ലാവരിലേക്കും വികസനമെത്തിച്ച് പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കാമെന്നും ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. നോട്ട് അസാധുവാക്കൽ വിജയിച്ചത് യു.പിയിൽ നേടിയതിനേക്കാൾ മികച്ച നേട്ടമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാരിനെ വെല്ലുവിളിക്കാൻ പ്രതിപക്ഷത്തിന് വിഷയങ്ങളില്ല. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവഗണിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കേരളം ഉൾപ്പെടെ പാർട്ടിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ വിജയിക്കുന്നതിനും കർമ്മ പദ്ധതിക്കും യോഗം രൂപം നൽകി. കേരളത്തിൽ കോൺഗ്രസിനെയും ബംഗാളിൽ CPI-നെയും മറികടന്ന് പ്രതിപക്ഷമാവുകയാണ് ആദ്യ ലക്ഷ്യം. NDA വിപുലീകരണം ഉടൻ പൂർത്തിയാക്കാനും സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ ബി.ജെ.പി പ്രതീക്ഷ വയ്ക്കുന്ന 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോ കേന്ദ്രമന്ത്രിമാരെ ഏറ്റെടുത്ത് പ്രവർത്തനം ഏകോപിപ്പിക്കാനും തീരുമാനമായി. വരാനിരിക്കുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളർച്ച ലക്ഷ്യമിടുന്ന ബി.ജെ.പിയുടെ അടുത്ത ദേശീയ നിർവാഹക സമിതി യോഗം ആന്ധ്രാപ്രദേശിലാണ്. കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കാതെ പ്രധാന പ്രതിപക്ഷമാകണം നിർദ്ദേശമാണ് സംസ്ഥാന നേതാക്കൾക്ക് മോദി അമിത്ഷാ കൂട്ടുകെട്ട് നൽകിയിരിക്കുന്നത്. ER രാഗേഷ്, News 18. കേരളത്തെ ലക്ഷ്യമിട്ടുള്ള ബി.ജെ.പി ശ്രമം വിജയിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ബി.ജെ.പി ജയിക്കാത്ത ഇടമാക്കി കേരളത്തെ മാറ്റും. കാനത്തോടും പന്ന്യൻ രവീന്ദ്രനോടും സംസാരിച്ചുവെന്നും CPI-യുമായി നയപരമായ പ്രശ്നമില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കുറേ സീറ്റുകൾ നേടും എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഭുവനേശ്വറിൽ വെച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇങ്ങനെ ബി.ജെ.പിക്കാർ പ്രഖ്യാപിക്കാറുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും പറഞ്ഞിരുന്നു 70+1 എന്ന് പ്രഖ്യാപിക്കാൻ മടിയില്ലാത്തവരായിരുന്നു ഈ അമിത് ഷായും കൂട്ടുകാരും. അത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ശ്രമിക്കും. ആ ശ്രമം അവർ തുടരട്ടെ. ഞങ്ങൾ കരുതലോടുകൂടി പ്രവർത്തിക്കും. RSSന് ഒരിടം കൊടുക്കാത്ത നില, ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയാത്തൊരു നില ഉള്ളൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും CPI-യും ഇടതുപക്ഷ മുന്നണിയും സംഘടിപ്പിക്കും. ബി.ജെ.പി നേതാവ് ശ്രീ JR പത്മകുമാർ എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിൽ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ടുണ്ട്. CPM നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജേക്കബ് ജോർജ് എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ഈ ദേശീയ നിർവാഹക സമിതി യോഗം, ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി യോഗം നടന്ന ഭുവനേശ്വറിൽ നിന്നും
മാധ്യമപ്രവർത്തക, രാഷ്ട്രീയ നിരീക്ഷക ശ്രീമതി ലിസ് മാത്യു കൂടെ ഈ ചർച്ചയിൽ ചേരും. മറ്റുള്ളവരെ ഞങ്ങൾ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ JR പത്മകുമാർ, തങ്ങൾക്കാകുന്ന വിധത്തിൽ BJPയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും എന്നാണല്ലോ CPM പറഞ്ഞിരിക്കുന്നത്. അക്കാര്യത്തിൽ അവർ കുറേ കാലമായി നടപ്പാക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങളുണ്ട്. നല്ല ആത്മവിശ്വാസം കോടിയേരി ബാലകൃഷ്ണൻ്റെ ശബ്ദത്തിലുമുണ്ട്. CPMന് തടയാനാകുന്ന മുന്നേറ്റമാകുമോ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക? അദ്ദേഹത്തിൻ്റെ ഒരു ദിവാസ്വപ്നം മാത്രമാണ്. എന്തെല്ലാം ശ്രമങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പ് തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ BJPയെ ഒക്കെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടല്ലോ. പശ്ചിമ ബംഗാളിൽ 34 വർഷം ഒരു വലിയ ഗൗരവമായി പ്രവർത്തിച്ച സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കാന്തി സൗത്ത് മണ്ഡലത്തിൽ എന്താ സ്ഥിതി? കെട്ടിവെച്ച കാശ് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് 52,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം സത്യമാണ്, BJP വരാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മൂട് താങ്ങുമെന്നുള്ളതാണല്ലോ. ഇത് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും BJP ജയിക്കുമെന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ശ്രമമാണല്ലോ. പക്ഷെ അവർ കാണേണ്ടത് ഇത്രമാത്രം ഇവർ യോജിച്ച ഐക്യത്തോടുകൂടി ഇരട്ടകളെ പോലെ പ്രവർത്തിച്ചിട്ടും കേരളത്തിൽ ഏകദേശം 47ഓളം മണ്ഡലങ്ങളിൽ 15,000 മുതൽ 65,000 വരെ വോട്ട് ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചിട്ടുണ്ട്. 7 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഇവർ ഉപയോഗിച്ച് പ്രവർത്തിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ പോലും ഞങ്ങൾ 7 സ്ഥലത്ത് 2ാം സ്ഥാനം വന്നിട്ടുണ്ട്. പിന്നെ ഇവർ ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ നേടിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 15,000 മുതൽ 65,000 വരെ വോട്ട് പിടിച്ചതിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൽ ചെറിയ 500, 750, 1000, 5000 താഴെ വോട്ടുകൾക്ക് ജയിച്ച ആ പൊലിപ്പാണ് ഈ കാണുന്നത്. അല്ലാതെ ഇടതുപക്ഷത്തിലെ കേരളത്തിലെ ജനങ്ങളെല്ലാവരും അങ്ങ് 2 കൈയും കിട്ടി കൈ നീട്ടി സ്വീകരിച്ചെന്നുള്ളത്. ഇദ്ദേഹം പറയുന്ന കോടിയേരി പറയുന്ന തലശ്ശേരി മണ്ഡലത്തിൽ പോലും ഞങ്ങൾ 22,000, 25,000 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും കാര്യം, ഇവരുടെ ഈ വീരവാദത്തിലൊന്നും ഞങ്ങൾ നോക്കില്ല. ഞങ്ങൾ വികസന അജണ്ടയുമായി നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അത് യഥാർത്ഥ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അതാണ് UPയിൽ കണ്ടത്. ആ 72 MPമാരും ബാക്കി ജനപ്രതിനിധികളും എല്ലാം കൂടി 3 വർഷക്കാലം അവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങളോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഞങ്ങൾ പോലും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയം കിട്ടിയിട്ടുള്ളത്. അതേ പദ്ധതികളാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്. അദ്ദേഹം ഭുവനേശ്വറിലിരുന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കാനുള്ളത് കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും ഞങ്ങൾ ഇതിനകം നാളെ തൃശ്ശൂരോടുകൂടി 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ കൺവെൻഷൻ പൂർത്തിയാക്കി കഴിയും. അതുപോലെ ഇന്നത്തെ ഭുവനേശ്വറിലെ തീരുമാനം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കേന്ദ്ര മന്ത്രിമാർക്ക് ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചുമതലകൾ കൊടുത്ത്, അതുപോലെ അമിത്ഷാ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് 95 ദിവസക്കാലം ഈ പശ്ചിമ ബംഗാൾ, ഒറീസ, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് അദ്ദേഹം പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തും. ഓരോ മന്ത്രിമാരോടും പറഞ്ഞു, നിങ്ങൾ 15 ദിവസം ഇതിനു വേണ്ടിയിട്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നോക്കുന്നത്. അല്ല, ഞങ്ങളാരും ഈ BJP ഉമ്മാക്കി കാണിക്കുകയല്ല, ജനങ്ങളിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീമതി ലിസ് മാത്യു, ഭുവനേശ്വറിലെ യോഗത്തിൽ മുഴുവൻ നേരവും റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിട്ടുള്ള ആളാണല്ലോ താങ്കൾ. ഏത് നിലക്കുള്ള പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലടക്കം സ്ഥാനമുറപ്പിക്കാം എന്നാണ് BJP കണക്ക് കൂട്ടിയിരിക്കുന്നത്? കേരളം, ബംഗാൾ, ഒഡീഷ ഈ 3 സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ നില ശക്തമാക്കണം എന്ന തീരുമാനം അവിടെ നിന്നുണ്ടായിട്ടുണ്ടല്ലോ. കേരളത്തിൽ ഏത് നിലക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ചാണ് പ്രമേയത്തിൽ പറയുന്നത്? ഇത് ഈ നാഷണൽ എക്സിക്യൂട്ടീവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശം കോറോമാൻഡൽ സ്റ്റേറ്റ് കോസ്റ്റൽ തീരദേശ പ്രദേശങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളായിരിക്കും. ഇതിൽ അകത്ത് അതിലേക്കുള്ള BJPയുടെ പ്രവർത്തനം ശക്തമാക്കാനും അവിടെ പവർ അധികാരം പിടിച്ചെടുക്കാനുമുള്ള ഒരു ശ്രമമായിരിക്കും. അതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കാനുള്ള ഒരു മീറ്റിംഗ് ആയിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഈ പ്രദേശങ്ങളിൽ BJP നേരത്തെ കുറിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഒരു 115 മുതൽ 120 സീറ്റ് വരെ ഇവര് അതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ഇന്നുവരെ BJPക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇന്നുവരെ ഒരു BJP സ്ഥാനാർത്ഥി ജയിക്കാൻ പറ്റാത്ത ചില
മണ്ഡലങ്ങളായിരുന്നു ഇത് മറ്റു ഇപ്പോഴുള്ള BJPയുടെ സ്ഥിതി അനുസരിച്ച് രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ മാക്സിമം എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് സീറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയങ്ങളും ആകെയുള്ള ഒരു ഓപ്പോസിഷൻ പാർട്ടിയിലുള്ള പ്രതിപക്ഷത്തുള്ള പാർട്ടികളുടെ ഒരു നിസ്സംഗതയും എല്ലാം കൂടി BJPയെ കൂടുതൽ ഉത്സാഹഭരിതമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സംസ്ഥാനങ്ങളിൽ ഒഡീസ, വെസ്റ്റ് ബംഗാൾ, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, കേരള ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളുടെ പേരിൽ ഈ കോറോമണ്ഡൽ സ്റ്റേറ്റിന്റെ ഇതിനകത്ത് തന്നെ ആന്ധ്രയിൽ ഇപ്പോൾ TDPയുമായിട്ടുള്ള ഒരു അലയൻസ് ഉണ്ട്. തെലങ്കാനയിൽ അധികം ഒരു ആന്റി BJP അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡുള്ള ആളല്ല. ഇപ്പോൾ ADMKയും ഒരു ആന്റി BJP ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതല്ലായതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഇവര് പാർട്ടി ഇപ്പോൾ പ്രത്യക്ഷത്തിൽ പറയുന്നത്. എന്നാൽ തന്നെയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഈ രാജ്യം മുഴുവൻ, അതായത് കാശ്മീർ മുതൽ കേരളം വരെയുള്ള സംസ്ഥാനങ്ങളിലും ഇവിടെ ഗുജറാത്ത് മുതൽ നാഗാലാൻഡ് വരെയുള്ള സംസ്ഥാനങ്ങളിലും അധികാരം പിടിച്ചടക്കി അവിടെയെല്ലാം ഒരു BJP ചീഫ് മിനിസ്റ്ററെ സ്ഥാപിച്ചാൽ മാത്രമേ ഉള്ളൂ BJPയുടെ പീക്ക് ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഉച്ചസ്ഥായിയിൽ എത്തുന്ന ഒരു സ്ഥിതി വരികയുള്ളൂ എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗവും എവിടെ പാർട്ടി അധ്യക്ഷൻ നിർത്തിയോ അവിടെ നിന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗത്തിന്റെ തുടക്കം. അതായത് പാർട്ടി അധ്യക്ഷന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇത് അധികാരം പിടിച്ചെടുക്കുക മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ ഒരു മാറ്റുക, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് BJP വിജയിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. എങ്ങനെ ആ മാറ്റത്തെ വരുത്തണം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പോൾ ഉള്ള BJPയുടെ അസസ്മെന്റും ഇപ്പോൾ നമ്മൾക്ക് എല്ലാം കാണാവുന്നതാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ഈ ഒരു ഇതിൽ വെച്ച് അവരുടെ ഒരു BJPയുടെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഉള്ള വിജയം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ പോളിസികളോടുള്ള ജനങ്ങളുടെ ഒരു താല്പര്യമാണ്, അല്ലെങ്കിൽ ഒരു അപ്രൂവലാണ്, എൻഡോഴ്സ്മെന്റ് ആണെന്നുള്ളതാണ്. ആ ഒരു പോളിസികളെ വെച്ചിട്ട് പാവങ്ങളുടെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക, ഒരു ഇമേജ് ഉണ്ടാക്കലിനായിട്ട് BJP നടത്തുന്ന വളരെ കടുത്ത ശ്രമങ്ങൾ, അല്ലാതെ ഒരു ഭയങ്കര ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് BJPയുടെ നേതാക്കന്മാരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിന് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ പാർട്ടിയുടെ ഇമേജ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പ്രവർത്തികളെ പ്രൊപ്പഗേറ്റ് ചെയ്യുക. എന്തുമാത്രം എഫക്ട് ഇത് ജനങ്ങളിൽ ഉണ്ടാക്കിയ എന്നുള്ളതിൽ കവിഞ്ഞ് ഇത് ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കുക എന്നതിൽ ഉള്ള വിജയമാണ് ഇപ്പോൾ ഉള്ള BJPയുടെ ശ്രമം. അതിൽ ഇതുവരെ BJP വിജയിച്ചിരിക്കുകയാണ്. നമ്മൾ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും കണ്ടതാണ് 4-3 ഭൂരിപക്ഷം നേടിയത്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിക്കുള്ള ഒരു പ്രതിച്ഛായയും നരേന്ദ്രമോദിയുടെ വർക്കിലുള്ള ഒരു പ്രതീക്ഷയുമാണ്. അതാണ് ഞാൻ തിരിച്ചു വരാം ശ്രീമതി മാത്യു താങ്കളിലേക്ക്. ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ മുഹമ്മദ് റിയാസ്, ബഹുമുഖമായ പ്രവർത്തനങ്ങളിലൂടെയാണ് BJP രാജ്യത്തെമ്പാടും ഏതാണ്ട് രാജ്യത്തിൻ്റെ 70% ഇടത്തും BJPയുടെ അധികാരം, BJPയുടെ ശക്തിയുണ്ട്. 30% ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് കേരളം. കേരളത്തിൽ അവർക്ക് വലിയ എതിർപ്പുണ്ട്. വലിയ ഒറ്റ സീറ്റ് മാത്രമേ നിയമസഭയ്ക്കകത്തുള്ളൂ. പക്ഷേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഞങ്ങൾ അവിടെ വലിയ തോതിൽ സ്ഥാനമുറപ്പിക്കും എന്ന ആത്മവിശ്വാസ പ്രകടനത്തിന് അവർക്ക് കാരണങ്ങളുണ്ട്. ശ്രീമതി ലിസ് മാത്യു ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിപ്രതാപശാലിയായിട്ടുള്ള ജനപ്രിയനായിട്ടുള്ള അല്ലെങ്കിൽ ജനപ്രിയനെന്ന് ഉണ്ടാക്കുന്ന പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. എല്ലായിടത്തും എത്തിച്ചേരാൻ നേതാക്കളും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും അടക്കമുള്ള ആളുകളുണ്ട്. കേരളം അവർക്ക് ബാലികേറ മലയാകേണ്ടുന്ന കാര്യങ്ങൾ ഇനിയങ്ങോട്ടില്ല എന്നത് മനസ്സിലാക്കുന്നുണ്ടോ താങ്കളും താങ്കളുടെ പാർട്ടിയും? മറ്റ് സംസ്ഥാനങ്ങൾ പോലെ കേരളം BJPക്ക് എളുപ്പമല്ല എന്ന് ചരിത്രപരമായ പല പ്രത്യേകതകളാൽ BJP നേതൃത്വത്തിനും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് മാത്രമല്ല BJP നേതൃത്വത്തിനും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സനീഷെ നമുക്കറിയാം, വലിയ പ്രചരണമായിരുന്നു. ആ പ്രചണ്ഡമായ പ്രചരണത്തിൽ
BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു. പവനാഴി ശവമായി എന്നൊക്കെ പറയുന്നത് പോലെ അവസാനം ഒരു സീറ്റാണ് BJP കിട്ടിയത്. ആ സീറ്റ് തന്നെ കോൺഗ്രസ്സുകാരുടെ ഒരു സഹായത്താലാണ് കിട്ടിയത്. നേമത്തെ UDFൻ്റെ പഴയ വോട്ടും 2016 വോട്ടും പരിശോധിച്ചാൽ അറിയാം, UDF വോട്ട് BJPക്ക് പോയി. അതില്ലായിരുന്നെങ്കിൽ BJP 0-ൽ തന്നെ ആയിരുന്നു, അക്കൗണ്ട് തുറക്കാൻ പറ്റില്ലായിരുന്നു. അത് എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്. നവോത്ഥാന പോരാട്ടങ്ങൾ, പിന്നീട് നവോത്ഥാന നായകന്മാർ ഉഴുതെടുത്ത മണ്ണിൽ വിപ്ലവത്തിന്റെ വിത്ത് പാകി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അതൊക്കെ ഉണ്ട് ശ്രീയാസ്. പക്ഷേ 6% വോട്ട് മാത്രം ഉണ്ടായിരുന്ന ഇടത്ത് അവർ ഇതിനകം തന്നെ 15% അവരുടെ വോട്ട് കൂട്ടിയിട്ടുണ്ട് എന്നത് കാണേണ്ടതല്ലേ? വോട്ട് ശതമാനത്തിൽ ഇരട്ടിയിലേറെ വളർച്ച അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് കാണേണ്ടതല്ലേ? ഇപ്പറയുന്ന രാഷ്ട്രീയമായ സാഹചര്യങ്ങളെല്ലാം എല്ലാ കാലത്തേക്കുമായി നിലനിൽക്കുന്നതായിരിക്കണമെന്നില്ലല്ലോ. അവർക്ക് സ്ഥാനമുറപ്പിക്കാവുന്ന വിധത്തിൽ കേരളം മാറിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഈ വോട്ട് ശതമാനം ഇങ്ങനെ ഇരട്ടിയാകില്ലല്ലോ. അല്ല, വോട്ടിംഗ് ശതമാനം കൂടി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ വോട്ടിംഗ് ശതമാനം കൂടി എന്ന് പറയുന്ന ഒരു മാക്സിമമാണ്. അപ്പം ഞാൻ ഉദാഹരണത്തിന് പറയാം സനീഷേ, 1999 വാജ്പേയി സർക്കാർ വന്നു. 2004 തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ടിംഗ് ശതമാനം കൂടി BJPക്ക്. പക്ഷേ 2006 തെരഞ്ഞെടുപ്പായപ്പോൾ അത് നേരെ കുറയുന്ന സ്ഥിതി വന്നു. ഈ വോട്ടിംഗ് ശതമാനം എങ്ങനെ കൂടി എന്നുള്ളത് പരിശോധിച്ചാൽ തന്നെ ഒറ്റ ജില്ല എടുത്തു നിങ്ങൾ, തൃശ്ശൂർ ജില്ലയിലാണ് BJPക്ക് നല്ല കുതിച്ചുകയറ്റം വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായ ഒരു ജില്ലകളിലൊന്ന്. അവിടെ UDFൻ്റെ വോട്ട് നന്നായി കുറഞ്ഞു. ആ വോട്ട് കുറഞ്ഞത് BJPക്ക് അനുകൂലമായി മാറി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കേഡർമാർക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ രാഷ്ട്രീയവൽക്കരണം സമയബന്ധിതമായി നടത്താൻ സാധിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് CPIM, ഞങ്ങളുടെ പ്രസ്ഥാനം. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന സംഘപരിവാറിൻ്റെ ഭീഷണി എന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും. ഇപ്പം ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളവരുടെ സ്ഥിരം തന്ത്രം, അല്ലെങ്കിൽ അത്തരം ചില ഉദാഹരണങ്ങൾ വെച്ചുള്ള ഗീബൽസിയൻ പ്രചരണം, ഇതിനെയൊക്കെ ഞങ്ങളുടെ ഈ പൊളിറ്റിക്കലൈസേഷൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് തടയാൻ വേണ്ടി പറ്റുന്നു. പക്ഷെ കോൺഗ്രസ് അഥവാ UDFന് അത് പറ്റുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് UDFൻ്റെ വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാകുന്നു. ഇതാണ് ഈ BJPക്ക് ഉണ്ടായ ഒരു ചെറിയ വോട്ടിംഗ് പെർസെൻറ്റേജിലെ വർധനവിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും നമ്മളൊരു പൊതു പരിശോധന നടത്തുന്ന സമയത്ത്, ഇപ്പോൾ കേരളത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ കയ്യിലുള്ള സ്ഥലമൊക്കെ ഭദ്രമാണ്. ഇവരുടെ കയ്യിലുള്ള സംസ്ഥാനങ്ങൾ ഭദ്രമല്ല. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് ചർച്ച ചെയ്യപ്പെടിക്കാൻ സാധിക്കും, അന്ന് BJP ഇന്ത്യൻ രാഷ്ട്രീയത്തെ പുറകോട്ട് പോകും. BJPയുടെ വിജയം എവിടെയാണ്? വിലക്കയറ്റം പോലുള്ള ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യിപ്പിക്കപ്പെടാതിരിക്കാൻ BJPക്ക് സാധിക്കുന്നു. അപ്പോൾ BJP ഇതര ഫോഴ്സുകൾ, ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റുകൾ ചെയ്യേണ്ടത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കർഷകരുടെ പ്രശ്നം, കർഷക എല്ലാ ജേക്കബ് ജോർജ്, അത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസം കേരളത്തിലുണ്ട്. കേരളത്തിൽ ആ രാഷ്ട്രീയമായ വ്യത്യാസമുണ്ട് എന്നത് അറിയാവുന്ന ആളുകളാണ് BJPയുടെ ദേശീയ നേതൃത്വം, BJPയുടെ സംസ്ഥാന നേതൃത്വവും. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, ശ്രീ റിയാസ് പറഞ്ഞത് വസ്തുതകളാണ്, വ്യക്തതയുള്ളതാണ്. പക്ഷേ അപ്പോൾ തന്നെയും കോൺഗ്രസ്സിന് ക്ഷീണമുണ്ടാകുന്നു എന്നൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് അദ്ദേഹം. കോൺഗ്രസ്സിന് ക്ഷീണമുണ്ടാവുകയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഞങ്ങളെത്തുക എന്ന BJPയുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയാണെങ്കിൽ ഇപ്പറയുന്ന കേരളം കൂടെ പിടിച്ചെടുക്കുക എന്ന BJPയുടെ തന്ത്രം അല്ലെങ്കിൽ ആഗ്രഹം പൂർണ്ണമായിട്ടും ഇല്ലാതാവുക എന്നതുണ്ടാകുമോ? സനീഷ്, കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP വരിക എന്ന് പറയുമ്പോൾ തന്നെ BJPയുടെ വലിയ നേട്ടമാണ്, യാതൊരു സംശയമില്ല. കേരളത്തിൽ കോൺഗ്രസിനെ പിന്തള്ളി BJPക്ക് ഒരു മുഖ്യ പ്രതിപക്ഷമായി, നിയമസഭയിൽ മുഖ്യ പ്രതിപക്ഷമായി ഇപ്പോൾ ഒറ്റ സീറ്റാണുള്ളത്. ആ ഒരു സീറ്റ് എന്നുള്ളത് ഒരു 40 മതി, 45 സീറ്റ് കിട്ടിയാൽ പോലും BJPക്ക് അതിന് വലിയ നേട്ടമാണ്. ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഒരു കാര്യം നമ്മൾ പറയാൻ തയ്യാറാണ്. ഇന്ത്യയിൽ ഇതുപോലെ ശക്തമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി വേറെ ഇല്ല. കോൺഗ്രസ്സിന് രാഷ്ട്രീയ പ്രവർത്തനമുണ്ടോ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയം പറയാൻ ശേഷിയുണ്ടോ? ശക്തമായി രാഷ്ട്രീയ കണക്കുകൂട്ടൽ നടത്താൻ, അതിന് തക്ക BJPക്കെതിരെ ബദലായിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള കോൺഗ്രസ് നേതാവ് ആരാ ഇന്ന് ഇന്ത്യയിലുള്ളത്? ഒരാൾ പോലുമില്ല. അത്രയ്ക്ക് ദയനീയമായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. ഇവിടെ കേരളത്തിലെ പ്രശ്നം, രണ്ട് മുന്നണികൾ കൊടുമുടികൾ പോലെ നിൽക്കുകയാണ്. ഒരു വശത്ത് ഇടതുപക്ഷ മുന്നണി, മറുവശത്ത് ഐക്യജനാധിപത്യ മുന്നണി.
ഈ രണ്ട് മുന്നണിക്കും ഇടയിലൂടെ BJP കടന്നു വരണം. ഒരു സീറ്റ് എത്തിയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ഈ രണ്ട് മുന്നണികളിൽ ഒന്ന് ശിഥിലമാവണം. അതിപ്പോൾ കോൺഗ്രസിനെയാണ് തറ പറ്റിക്കാൻ എളുപ്പം എന്നവർ കണക്കാക്കുന്നു. കാരണം BJPക്ക് മനസ്സിലായി ഇന്ത്യ മുഴുക്കെയും കോൺഗ്രസ് പരാജയപ്പെട്ടു, തളർന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിൽ ജയിച്ചു, തീർച്ചയായിട്ടും ഇവിടെ ഗോവയിലൊക്കെ ഏറ്റവും വലിയ പാർട്ടി ആയിട്ട് പോലും മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ശേഷി ഉണ്ടായില്ല, അതിനുള്ള നട്ടിലുണ്ടായില്ല കോൺഗ്രസിന്. അത്രയ്ക്ക് ക്ഷീണിച്ചു പോയി. അപ്പം കേരളത്തിലെ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാൻ കോൺഗ്രസ്സുകാർ തന്നെ ആവുന്ന ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ BJPക്കാർ ഇത്തിലൂടെ ശ്രമിച്ചാൽ കോൺഗ്രസ് താഴെ ആകും എന്നറിയാം. ആ ഒരു കണക്കുകൂട്ടലാണ്. പക്ഷേ റിയാസ് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ജനതയുണ്ടല്ലോ, ആ ജനങ്ങൾ, ഇവിടെ മതേതര നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്. ഇവിടുത്തെ നായന്മാരും ഈഴവരും പിന്നോക്കക്കാരും ഒക്കെ ഉൾപ്പെടുന്ന പൊതു സമൂഹമാണ് ഒരു മതേതര നിലപാടുമായിട്ട് കേരളത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ മനസ്സിലേക്ക് കയറാൻ BJPക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതാണ് ആ രാഷ്ട്രീയ പ്രശ്നം ശ്രീ JR പത്മകുമാർ നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ശ്രീ റിയാസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചു, തൃശ്ശൂരിൻ്റെ ഉദാഹരണമാക്കിയിട്ട്. വാജ്പേയി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ കാലത്ത് കേരളത്തിലും സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഊർജ്ജമുണ്ടായി, വോട്ട് ശതമാനം കൂടി. പക്ഷേ പിന്നീട് താഴെ പോയി. ഇപ്പോൾ നരേന്ദ്രമോദി അതേക്കാൾ വലിയ നേതാവായിട്ട്, ജനപ്രിയനായിട്ട്, നിങ്ങൾ പറയുന്ന പോലെ ജനപ്രിയനായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കുണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള 5 വർഷത്തെ ഭരണത്തിന് ശേഷം ഒക്കെ എത്തുമ്പോഴേക്ക് ഇപ്പറയുന്നത് പോലുള്ളൊരു താല്പര്യം നിങ്ങളിൽ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസം എന്തുകൊണ്ടാണ്? അല്ല, ഈ റിയാസ് അല്ലെങ്കിൽ റിയാസിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത് കോൺഗ്രസ്സാണ് BJPയെ സഹായിക്കുന്ന നിലപാട് പറയുന്നത് അവരുടെ ഈ BJPയുടെ വളർച്ചയിൽ അവർക്കുണ്ടായിട്ടുള്ളൊരു ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് യാതൊരു വ്യക്തതയുമില്ല, യാതൊരു സത്യവുമില്ല, യാതൊരു പ്രാധാന്യവുമില്ല എന്നുള്ള കാര്യമാണ്. ഞാൻ റിയാസിനോട് ചോദിക്കുക, തിരുവനന്തപുരത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 1 സ്ഥാനം വന്നു, ഞങ്ങൾ 2 സ്ഥാനം വന്നു, CPM ഇടതുപക്ഷം 3 സ്ഥാനത്ത് പോയി. അതേ ഇന്ന് രാജഗോപാൽ മത്സരിച്ച് ജയിച്ച നേമം നിയോജക മണ്ഡലത്തിൽ അന്ന് 2014 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 18,000 വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു. CPM 3 സ്ഥാനത്താണ്, 2 സ്ഥാനത്താണ്. ഞങ്ങൾക്ക് 3 സ്ഥാനത്താണ്. ഞങ്ങൾക്ക് 18,000 ലീഡുണ്ടായിരുന്നു. തിരുവനന്തപുരം പാർലമെൻറ്റിൻ്റെ 7 അസംബ്ലി മണ്ഡലത്തിൽ 4 അസംബ്ലി മണ്ഡലത്തിൽ ഞങ്ങൾ 1 സ്ഥാനത്താണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ വെറുതെ കോൺഗ്രസ്സാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ റിയാസെ, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ മത്സരിച്ചു, നിങ്ങളുടെ സീമ മത്സരിച്ചു, അവിടെ മുരളീധരൻ മത്സരിച്ചു. അവിടെ അതിന് മുമ്പേ നടന്ന കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ 21 വാർഡിൽ 11 വാർഡ് മേയർ ചന്ദ്രികയുടെ വാർഡ് ഉൾപ്പെടെ ജയിച്ചത് CPM ആണ്. 21-ൽ 11, 9 വാർഡിൽ ഞങ്ങൾ ജയിച്ചു, 1 വാർഡിൽ കോൺഗ്രസ് ജയിച്ചു. ആ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1 വാർഡിൽ പോലും CPM ലീഡ് ചെയ്തില്ല, സീമ ലീഡ് ചെയ്തില്ല. എന്താ ചെയ്യാത്തത്? കാരണം മുരളീധരന് വോട്ട് പറിച്ചു കൊടുത്തു നിങ്ങൾ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ. ഇത് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ മതി. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന നവോത്ഥാനമൊക്കെ കുറേ കാലമായിട്ട് പറയും. നിങ്ങൾ ഈ മുദ്രാവാക്യം മാറ്റി, അതല്ലാതെ ഇനി BJPയെ കേരളത്തിൽ തടയാൻ സാധിക്കില്ല. കാര്യം നിങ്ങൾ പറയുന്നത് മതേതരത്വം പറഞ്ഞുകൊണ്ട് പച്ചയായ വർഗീയ പ്രീണനമാണ്. നിങ്ങൾ താലി പൊട്ടിക്കാൻ പോകും, നിങ്ങൾ പർദ്ദ കീറാൻ പോകില്ലല്ലോ. നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ലെനിൻ്റെ പടം വയ്ക്കും, നബിദിനത്തിലോ ക്രിസ്മസിനോ നിങ്ങൾ ലെനിൻ്റെ പടം കൊണ്ട് CPMൻ്റെ കൊടിയുമായി കെട്ടില്ല. ഇത് യാഥാർത്ഥ്യം നിങ്ങൾ ഇത് ഹിന്ദു സമൂഹം മനസ്സിലാക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ഇരട്ടത്താപ്പും വളരെ രീതിയിലുള്ള കഠിനമായ രീതിയിലുള്ള വർഗീയ പ്രീണനവുമാണ് നിങ്ങൾ ഈ നടത്തുന്നത്. അതാണ് നിങ്ങളെ ഈ കേരളത്തിൽ ഈ രീതിയിലേക്ക് പുറകിലോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു നിമിഷം ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീമതി ലിസ് മാത്യു, ഇതാണ് രാജ്യത്തെമ്പാടും ന്യൂനപക്ഷ പ്രീണനം നടത്തുകയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ. ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളോട് പ്രീണനമില്ല, ഞങ്ങൾ BJP ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോടും തരാതരം പോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലാണെങ്കിൽ CPM സ്വീകരിക്കുന്ന ഈ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുകയാണ് എന്നതാണ് BJP എപ്പോഴും മുന്നോട്ട് വെക്കാറുള്ള രാഷ്ട്രീയ തന്ത്രം. അതാണ് ശ്രീ JR പത്മകുമാർ ഇപ്പോഴിവിടെ പറയുകയും ചെയ്തത്. ആ മട്ടിൽ രാജ്യത്തെമ്പാടും നടത്തുന്ന ഇതുപോലുള്ള പ്രചാരണങ്ങൾ തന്നെ മതി കേരളത്തിലെ ജനതയുടെ മനസ്സ് പിടിച്ചടക്കാൻ എന്നാകുമോ BJPയുടെ നേതൃത്വം കണക്കാക്കുന്നുണ്ടാവുക? രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് തങ്ങൾക്ക് കേരളത്തിൽ നേരിടേണ്ടത്. എന്നാൽ മാത്രമേ അവിടെ സീറ്റുകളും ജനമനസ്സും പിടിച്ചെടുക്കാനാവുകയുള്ളൂ എന്ന തോന്നൽ ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനുണ്ടോ?
ദക്ഷിണേന്ത്യയിലെ ആളുകളെല്ലാം മോശം ആളുകളാണ് എന്ന അഭിപ്രായ പ്രകടനം പരസ്യമായി നടന്ന നേതാക്കളും ആ പാർട്ടിക്കകത്ത് ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, കേരളത്തിൻ്റെ സവിശേഷത നേതൃത്വം മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളെടുത്ത ഉദാഹരണമായിട്ട് കഴിഞ്ഞ ഓണത്തിന്റെ ദിവസം പാർട്ടി അധ്യക്ഷൻ അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് പോയൊരു മെസ്സേജ് വാമന ജയന്തിക്ക് എല്ലാവരെയും വിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഈ BJPക്ക് പലപ്പോഴും, പ്രത്യേകിച്ച് BJP ഇവിടുത്തെ ഒരു ഹിന്ദി ഹാർട്ട്ലാൻഡ് ഡൊമിനേറ്റഡ് പാർട്ടിയാണ്. അതുകൊണ്ടുണ്ടാകുന്ന കേരളത്തിലെ ആൾക്കാരെ, അല്ല കേരളത്തിലേന്ന് മാത്രമല്ല പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സൈക്യ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് BJPക്ക് ഇല്ല എന്നുള്ളതാണ് അത് തെളിയിച്ചത്. ഇപ്പോൾ പത്മകുമാർ പറഞ്ഞതുപോലെ തന്നെ നേരാണ്. BJP ഇപ്പോൾ ഈ വർക്ക് നടത്തുന്നു, നരേന്ദ്രമോദിയുടെ സർക്കാർ വളരെയേറെ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആ ജോലിയുടെ ഒരു എഫക്റ്റും സാധാരണ ആൾക്കാരുടെ അടുത്ത് എത്തിയിട്ടില്ല. ഗ്രൗണ്ട് ലെവലിൽ ഇതൊന്നും വിസിബിൾ ആയിട്ടില്ല. പക്ഷേ പറഞ്ഞ് ഒരു വളരെ വളരെ ശക്തമായ ഒരു പ്രൊപ്പഗാൻഡ നടത്തുകയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഏത് BJP നേതാവ് ഇപ്പോൾ സംസാരിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ കേട്ട അതേ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതായത് ഇവിടെ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു, ഹിന്ദുക്കളെ മാറ്റി നിർത്തുന്നു. ഇന്ന് ഞാൻ ഒരു BJP നേതാവിനോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് BJP ഉദ്ദേശിക്കുന്ന ഇതാണ്, ഹിന്ദുക്കൾ ആൾക്കാർക്ക് തോന്നണം നമ്മളെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു പാർട്ടികളെ, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതിനകത്ത് ഒരു കാര്യം, നിങ്ങൾ ഈ ക്രിസ്മസിനോ അല്ലെങ്കിൽ ഈദിനോ കൊണ്ടുപോയി ഒരു പാർട്ടിയുടെ കൊടി വെക്കില്ല, പക്ഷെ നിങ്ങൾ ഒരു ഹിന്ദു ഫെസ്റ്റിവൽ വരുമ്പം ഇതേ ഒരു ഇതിലാണ് BJP എപ്പോഴും അത് അവരുടെ ക്യാമ്പയിനും സംസാരവും അവർ വളരെ ട്രെയിൻഡ് ആണ് അതിനു വേണ്ടിയിട്ട്. അങ്ങനത്തെ രീതിയിൽ സംസാരിച്ച് പറഞ്ഞോളൂ ശ്രീമതി ലിസ് മാത്യു, തുടർന്നോളൂ. ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതായത് സാധാരണ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് BJPയിലെ നേതാക്കന്മാർ എപ്പോഴും സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. അതായത് ഹിന്ദു, അത് മജോറിറ്റി ആയിട്ടുള്ള ഹിന്ദു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒപ്പോസിഷൻ പാർട്ടികളെല്ലാം മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പെടുത്താൻ ആണ് ശ്രമിക്കുന്നത് എന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഓരോ BJP നേതാക്കളും നടത്തുന്നത്. അങ്ങനെയുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ ഞാനിപ്പോൾ BJP കവർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. BJP നേതാക്കന്മാരുടെ ഓരോരുത്തരുടെയും സ്റ്റേറ്റ്മെന്റും എല്ലാം നമ്മൾ ഓരോ ദിവസവും ഫോളോ ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും BJPയിലെ കേരളത്തിലെ നേതാക്കന്മാർ വ്യത്യസ്തരാണ്. എനിക്ക് അതിനെപ്പറ്റി ഞാൻ നല്ല അറിവോട് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം അവിടുത്തെ നേതാക്കന്മാർക്ക് അറിയാം അവിടുത്തെ ആൾക്കാരുടെ സൈക്കി. നമ്മൾ കേരളത്തിലെ ആൾക്കാരുടെ ഇപ്പോൾ ബീഫ് കോൺട്രവേഴ്സി വന്നു. കഴിഞ്ഞ ദിവസത്തെ NDA മീറ്റിംഗിൽ CK ജാനു ആ വിഷയം ഉന്നയിച്ചു. ഇവിടെയുള്ള ഒരു നോർത്ത് ഈസ്റ്റിൽ അതിനേക്കാൾ വലിയ വിഷയമാണ്. എന്നിട്ട് പോലും നോർത്ത് ഈസ്റ്റിലെ ഒരു നേതാവും അത് ഉന്നയിക്കാൻ തയ്യാറായില്ല. എന്നിട്ടും അവിടെ CK ജാനു അതിനെപ്പറ്റി സംസാരിച്ചു. അങ്ങനെ ഒരു MLA അല്ലെങ്കിൽ വളരെ ചെറിയൊരു നേതാവിന് പോലും അത് സംസാരിക്കാനുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിന് അതിനുള്ള ധൈര്യം വന്നു. അതേസമയം മറ്റു പല BJPയുടെ പല അലയൻസിനോ അല്ലെങ്കിൽ സഖ്യകക്ഷികൾക്ക് ഇപ്പോൾ പറ്റാത്തത് അതാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പാർട്ടി പ്രസിഡന്റോ അല്ലെങ്കിൽ പാർട്ടിയുടെ കേരളം ഹാൻഡിൽ ചെയ്യുന്ന നേതാക്കന്മാർക്കോ കേരളത്തിന്റെ അല്ലെങ്കിൽ അവരുടെ രീതിയോ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഇതേ ഒരു രീതി കൊണ്ട് സ്വാഭാവികമായിട്ട് കുറച്ച് യങ്സ്റ്റേഴ്സിനെ കൂടെ നിർത്താനോ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പെടുത്താനോ അവരെ ടെംപ്റ്റ് ചെയ്യാനോ BJPയെ കൊണ്ട് പറ്റുമായിരിക്കും. പക്ഷെ ഈ ഒരു നയം കൊണ്ട് മാത്രം കേരളത്തിലെ പോലെ ഒരു സംസ്ഥാനത്ത് BJPക്ക് വിജയിക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ പി സി ചാക്കോ ടെലിഫോണിലാണ്. ശ്രീ PC ചാക്കോ, കോൺഗ്രസിന് ക്ഷീണമുണ്ടായി, കേരളത്തിൽ BJP ആ സ്ഥാനത്തേക്ക് വരും എന്ന പ്രതീക്ഷയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരിൽ പലർക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. CPM വിചാരിക്കുന്നത് അവരെ ബാധിക്കുകയില്ല, കോൺഗ്രസ് ആണ് ഈ BJPയുടെ വരവ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് കീഴടങ്ങേണ്ടി വരിക എന്ന്. അങ്ങനെ ഉണ്ടാകുമോ? കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനത്തേക്ക് BJP എത്തുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികള് കോൺഗ്രസിനെതിരെ ഇത്തരം ഒരു സന്ദർഭത്തിൽ പോലും നടത്തുന്ന വിമർശനങ്ങള് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ദേശീയ തലത്തിലുള്ള ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ നടത്തുന്ന വിമർശനങ്ങളാണ്. ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. വെസ്റ്റ് ബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പ്, ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും 3ാം സ്ഥാനത്തേക്ക് മാർക്സിസ്റ്റ് പാർട്ടി തള്ളപ്പെട്ടു പോയി എന്നുള്ളവർ ആലോചിക്കണം. അതുകൊണ്ട് ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധി എന്ത് എന്ന് മനസ്സിലാക്കാൻ
എപ്പോഴും പോളിറ്റ് ബ്യൂറോ യോഗം വിളിച്ചു കൂട്ടുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലുള്ളവർക്ക് പോലും കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ അതിനൊരു മറുപടി അവരോട് പറയാനില്ല. കാരണം അവരെ ഞങ്ങൾ ഒരു മുഖ്യ ശത്രുവായി കാണുന്നില്ല. പക്ഷേ നമ്മൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധി എന്താ? ഇന്നിപ്പോ ഒറീസയിൽ റോഡ് ഷോ നടത്തുകയും ഗുജറാത്തില് റോഡ് ഷോ നടത്തുകയും ഒക്കെയാണ് കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ പ്രധാനമന്ത്രിയുടെ പരിപാടി. 2019 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടെ കച്ചകെട്ടി അവര് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ എന്തെല്ലാം പ്രചരണ പരിപാടികൾ നടത്തുമോ ആ പ്രചരണ പരിപാടികളാണ് 2 കൊല്ലത്തിനപ്പുറത്തുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വിട്ടുകൊണ്ട് നടത്തുന്നത്. ഒരു ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കുന്നത് പോലെ പരിശീലിപ്പിച്ച് കൃത്യമായി ഇത്രാം തീയതി ഞങ്ങൾ ഇത്ര ഗോളടിക്കുമെന്ന് പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒന്നും വിജയിക്കാനാവില്ല. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുള്ള ഒരു സ്വീകാര്യതയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജയിച്ച ആവശ്യം. UP-യിൽ ജയിച്ചത് കൊണ്ട് ഇതിവിടെ കേരളത്തിൽ പരീക്ഷിക്കാൻ അവർ കരുതുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 60 വർഷക്കാലമായി കേരള നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ BJPക്ക് കാത്തിരിക്കേണ്ടി വന്ന 60 കൊല്ലമാണെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത BJP ഇനിയും ഉണ്ടാക്കേണ്ടിയിരിക്കും. പക്ഷേ ശ്രീ PC ചാക്കോ, ഇക്കഴിഞ്ഞ 60 കൊല്ലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കാലം എന്നതുകൂടെ കാണേണ്ടതല്ലേ? ഇക്കഴിഞ്ഞ 60 കൊല്ലം രാജ്യത്ത് കോൺഗ്രസിന്റെ അങ്ങേയറ്റം കരുത്തുള്ള രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് വല്ലാതെ ചുരുങ്ങിയിട്ടുണ്ടെന്നത് വസ്തുതയാണ്. BJPക്കാണെങ്കിൽ ബഹുമുഖമായിട്ടുള്ള തന്ത്രങ്ങളുണ്ട്. അവർ പ്രധാനപ്പെട്ട ജനപ്രിയരായ നേതാക്കളെ മറ്റു പാർട്ടികളിൽ നിന്ന് തങ്ങളോടൊപ്പം ചേർക്കുന്നു, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ തങ്ങളുടെ മുന്നണിയിലും ചേർക്കുന്നു. അങ്ങനെ ബഹുമുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ക്ഷീണിച്ച കാലം. നമുക്ക് രാഷ്ട്രീയ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഇന്നലകളെ കുറിച്ച് നമ്മൾ വിട്ടുപോകുന്നത് കൊണ്ടാണ്. വളരെ ശക്തരായ നേതാക്കന്മാർ കോൺഗ്രസ് ഉണ്ടായിരുന്ന അവസരത്തിൽ BJPക്ക് ഒരു വിമർശനം ഉണ്ടായിരുന്നു. അത് വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ സംഘടനാപരമായ ശക്തിയെ അല്ല കോൺഗ്രസ് ആശ്രയിക്കുന്നത്. ഇന്ദിരാഗാന്ധിയെ പോലെ രാജീവ് ഗാന്ധിയെ പോലെ വ്യക്തിപ്രഭാവമുള്ള നേതാക്കന്മാരുടെ പിന്നിലെ ആൾക്കൂട്ടമാണിത് എന്ന് വിമർശിച്ചിരുന്ന BJP ഇന്ന് ചെയ്യുന്നത് എന്താണ്? അതുകൊണ്ട് ഇന്നിപ്പോ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് നേട്ടങ്ങള് BJPക്ക് ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ്. വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP തയ്യാറുണ്ടെങ്കിൽ ഗുജറാത്താണ് ഏറ്റവും നല്ല ടെസ്റ്റ് കേസ്. 12 പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്ത് BJPക്ക് ഏറ്റവും വലിയൊരു പേടി സ്വപ്നമാണെന്ന് കൂടെ നമ്മൾ ഓർക്കണം. കോൺഗ്രസിന് ദൗർബല്യങ്ങളുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ BJPക്കെതിരായി ഇന്ത്യയിൽ ദേശീയ തലത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തി ഇന്നും കോൺഗ്രസ് തന്നെയാണ്. ഈ കേരള സംസ്ഥാനത്തെ വോട്ടിങ്ങിന്റെ ശതമാനം നോക്കിയാൽ കോൺഗ്രസിന്റെ വോട്ടിങ്ങിന്റെ ശതമാനത്തിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പൊഴിഞ്ഞു പോയി കോൺഗ്രസ് ഇല്ലാതെയാകുമെന്നും BJP ജയിക്കുമെന്നും ഒക്കെ കണക്ക് കൂട്ടുന്നത് ഒരു വളരെ അപ്രസക്തമായ ഒരു കണക്കുകൂട്ടൽ. ശ്രീ ജേക്കബ് ജോർജ്, കേരളത്തിൽ ഇരുന്ന് BJPയുടെ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും അവർക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ അവർക്ക് ഇടമുറപ്പിക്കാനാകാത്ത ചില സംഗതികൾ, മതേതരത്വം പോലുള്ള അല്ലെങ്കിൽ മറ്റു ചില സംഗതികളുണ്ട്. അതുകൊണ്ടാണ് BJPക്ക് സംഘടനാപരമായിട്ട് വലിയ ശേഷിയുണ്ടായിട്ട് പോലും കേരളത്തിൽ അവരുടേതായിട്ടുള്ള സ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റാതിരുന്നത് എന്നത് വളരെ കാലമായിട്ട് ചർച്ചയാണ്. പക്ഷേ ഇപ്പോഴും ആ സാഹചര്യം തന്നെയാണോ ഉള്ളത്? ഈ പറയുന്ന അതിബൃഹത്തായിട്ടുള്ള സംഘടനാ ശേഷി, രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന ശക്തി, ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം, അതുള്ള BJPക്ക് പഴയ കാലത്ത് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ സ്ഥാനമുറപ്പിക്കാനാവുന്നതല്ലേ? അല്ല, BJPക്ക് കേരളത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, യാതൊരു സംശയമില്ല. കേരള അങ്ങോളം അവരുടെ സംഘടന വളരെ ശക്തമാണ്. അതിൻ്റെ പിന്നിൽ RSS എന്നൊരു ശക്തി കേന്ദ്രമുണ്ട്. RSSൻ്റെ ശക്തിയും വളരെ നമുക്ക് അവഗണിക്കാനാവുന്നതല്ല. ഇപ്പം തന്നെ പത്മകുമാർ പറഞ്ഞുവല്ലോ, എന്താ താലി എന്നൊക്കെ പറഞ്ഞിട്ട് പർദ്ദ കീറാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അവിടെയും പറയുന്നത് ഹിന്ദു സമുദായം ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഹിന്ദുക്കളെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരാം, മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഒക്കെ നമുക്ക് തള്ളാം എന്നാണ് പറയുന്നത്. ആ ഒരു ചിന്താഗതി കേരളത്തിൽ എവിടെ ചിലവാകും? ഇവിടെ ഞാൻ പറയുന്നത് BJPക്കെതിരെ ഇപ്പം നമ്മളൊക്കെ പൊതുവേ സംസാരിച്ച് നോക്കിയാൽ പോലും BJPക്കെതിരെ സംസാരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു വിഭാഗങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് അവരുടെ മലയാളിയുടെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളല്ല, മലയാളിയുടെ മനസ്സിൽ ഉറഞ്ഞുകൂടിയിട്ടുള്ള അവരുടേതായ സ്വത്വബോധം തന്നെയാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ബഹുമാനപ്പെട്ട PC ചാക്കോ പറഞ്ഞു സംഘടനയെക്കുറിച്ചും വ്യക്തിപ്രഭാവത്തെക്കുറിച്ചും. ഇന്ദിരാഗാന്ധിയുടെ വ്യക്തിപ്രഭാവം, രാജീവ് ഗാന്ധിയുടെ വ്യക്തിപ്രഭാവം, അന്ന് അവർക്ക് കോൺഗ്രസ്സിന് വ്യക്തിപ്രഭാവമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു.
കോൺഗ്രസിൻ്റെ സംഘടനയും ശക്തമായിരുന്നു. പണ്ട് വയലാർ രവിക്കൊക്കെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അംഗത്വം കിട്ടിയപ്പോൾ എന്തോ ഒരു സംഭവമായിരുന്നു അത്. 24-ാമത്തെ വയസ്സിലോ 26-ാമത്തെ വയസ്സിലോ മറ്റുള്ള വയലാർ രവി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായത്. ഇന്ന് വർക്കിംഗ് കമ്മിറ്റി ഉണ്ടോ കോൺഗ്രസ്സിന്? AICC ഉണ്ടോ? യോഗം ഉണ്ടോ? ഇന്ന് വ്യക്തിപ്രഭാവമുള്ള നേതാക്കന്മാർ കോൺഗ്രസ്സിനില്ല, സംഘടനയുമില്ല. അത്രയ്ക്ക് ദയനീയമായ ഒരു സ്ഥിതിയിലാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർ ദേശീയ തലത്തിൽ BJP ഈ ഫുട്ബോൾ ടീമിനെ വാർത്തെടുക്കുന്നത് പോലെ സംഘടനയെയും പ്രവർത്തകരെയും വാർത്തെടുക്കുന്ന BJPയോട് നിങ്ങൾ പോരിനിറങ്ങുന്നത് എന്ന് ഓർമ്മ വേണം ബഹുമാനപ്പെട്ട PC ചാക്കോ. അതാണ് ശ്രീ മുഹമ്മദ് റിയാസ്, ഈ പറയുന്ന കേരളത്തിൽ അവർക്ക് ഇടം കൊടുക്കാതിരിക്കാനുള്ള എല്ലാ ജോലിയും ഞങ്ങൾ ചെയ്യും എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ, പക്ഷേ അത് CPMൻ്റെ പണി മാത്രമല്ലേ CPMന് ചെയ്യാനാവുകയുള്ളൂ. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാൻ BJPക്ക് സാധിക്കുമല്ലോ. കോൺഗ്രസ് അത്രയ്ക്ക് ശക്തമായ നിലയിലല്ലോ കേരളത്തിൽ, പുറത്ത് ഒക്കെ ഉള്ളത്. കേരളത്തിലും അവർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന അഭിപ്രായം ആ പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ പോലും BJP ശക്തരാണ് നാട്ടിൽ, അതവർക്ക് സാധിക്കും എന്നത് കാണുന്നുണ്ടോ? അത് വളരെ ഗൗരവത്തോടുകൂടി ഞങ്ങളിതൊക്കെ വിലയിരുത്തുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. ശ്രീ പത്മകുമാർ നേമത്ത് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ല, അതാണ് BJP ജയിക്കാൻ കാരണം എന്ന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും കോൺഗ്രസ്സുകാരനെ സമ്മതിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും നേമത്തെ കോൺഗ്രസിൻ്റെ വോട്ട് ചോർച്ചയാണ് BJPയുടെ വിജയത്തിന് കാരണമായതെന്ന് പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീ പത്മകുമാറോ ശ്രീ കുമ്മനൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ഫാക്റ്റ് അതാണ്. 2, എങ്ങനെയാണ് ഇവരെ തടയുക എന്നുള്ളതാണ് പ്രശ്നം. ഇവരെ തടയുക എന്നുള്ള പ്രശ്നം പറയുന്ന സമയത്ത് തന്നെ ഇത് BJP ദേശീയ തലത്തിൽ തന്നെ അവർ മാക്സിമത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന ഈ പ്രചരണം ഇതൊക്കെ താൽക്കാലികമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു UP 71 സീറ്റുണ്ട്, 80 സീറ്റിൽ മാക്സിമത്തിലാണ് BJP. MP മറ്റ് പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് മഹാരാഷ്ട്ര, പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അവിടെ മാക്സിമത്തിലാണ് BJP. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും അധികം കർഷക ആത്മഹത്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പ്രധാന സ്ഥാനത്താണ് ഇന്ത്യ. നമ്മൾ ചാനൽ ചർച്ച അതിനെക്കുറിച്ച് നടത്തുന്നില്ല. എന്നതിനെക്കുറിച്ച് നടത്തുന്നു, എന്ന് സമൂഹം അത് ചർച്ച ചെയ്യുന്നു, അന്ന് BJP ഒറ്റപ്പെടും. കാരണം BJP പിന്തുടരുന്ന നയമാണ് കർഷകരുടെ ആത്മഹത്യയിലേക്ക് എത്തുന്നത്. തൊഴിലില്ലായ്മ, ശ്രീ മോഡി സർക്കാർ വന്നതിന് ശേഷം തൊഴിലില്ലായ്മ കുറയല്ലോ, കൂടുകയല്ലേ ചെയ്തിട്ടുള്ളത്. അത് നമ്മളൊരു ചാനൽ ഡിസ്കഷനിലോ അല്ലെങ്കിൽ നാട്ടിൻപുറത്തോ ഒരു ചർച്ചയാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? ഞങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അത് ചർച്ചയാക്കി അതിൽ ഫോക്കസ് ചെയ്യപ്പെട്ടാൽ അവിടെ BJPയുടെ നയം ചർച്ച ചെയ്യപ്പെടും. പെട്രോൾ ഡീസലിൻ്റെ വില നിയന്ത്രണാധികാരം സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ളത് മോഡിജി ഏറ്റവും അധികം പ്രസംഗിച്ച കാര്യമാണ്. BJP പ്രകടന പത്രിക വന്ന കാര്യമാണ്, നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇത് ചർച്ച ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് CPIM ഉൾപ്പെടെ ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് BJPയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇത് തമ്മിലുള്ളൊരു ഫൈറ്റാണ് നടക്കുക. ആ ഫൈറ്റിൽ താൽക്കാലികമായി BJPക്ക് രക്ഷ നേടാൻ പറ്റുമെങ്കിലും സ്ഥായിയായി രക്ഷ നേടാൻ വേണ്ടി പറ്റില്ല. കാരണം ഓരോ മനുഷ്യനും, അവൻ ഏത് മതത്തിലുള്ളവനാകട്ടെ, ഏത് ജാതിയിലുള്ളവനാകട്ടെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവനാകട്ടെ, അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ കാരണമെന്ത് എന്ന് പരിശോധന ഒരു കാലത്ത് നടത്തും, ഇന്നില്ലെങ്കിൽ നാളെ നടത്തും. അങ്ങനെ നടത്തുമ്പോൾ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ തെറ്റായ നയമാണ് എന്ന് തിരിച്ചറിയും. അത് കോർപ്പറേറ്റ് വൽക്കരണമാണ് തിരിച്ചറിയും. അത് BJPയുടെ കൗണ്ട് ഡൗൺ തുടങ്ങാനേ കാരണമാകൂ. അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. കാർഷിക മേഖലയിലെ പ്രശ്നം, ഇന്ത്യയിൽ നിരവധി കർഷക സംഘടനകളുണ്ട്, ഒറ്റപ്പെട്ട കർഷക ഗ്രൂപ്പുകളുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഒന്നിച്ചുകൂടാ? കാർഷിക മേഖലയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാനൊരു യുവജന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നയാളാണ്. തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ യുവജന പ്രസ്ഥാനങ്ങൾക്ക് കൈകോർത്തുകൂടാ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കൈകോർക്കലുകളാണ്, ഓരോ മേഖലയിലുള്ള സംഘടനകളുടെ കൈകോർക്കലുകളാണ് BJPക്കെതിരെയുള്ള ഫൈറ്റിൽ പ്രധാനമായും വേണ്ടത്. തീർച്ചയായും അങ്ങനെ ആഗ്രഹിക്കാവുന്നതാണെങ്കിലും ശ്രീ റിയാസ്, അത് എല്ലായ്പ്പോഴും നടന്നുകൊള്ളണം എന്നില്ലല്ലോ. അവർക്കെതിരായിട്ടുള്ള മഹാസഖ്യം രൂപീകരിക്കുക എന്നതൊക്കെ ആലോചനയിലുണ്ട്. പക്ഷേ അത് അത്ര എളുപ്പമല്ല. നോക്കൂ, ഈ പറയുന്നതൊക്കെയാണ് വസ്തുതകളെങ്കിലും അതിനെ മറിച്ചിടുന്ന കാര്യങ്ങൾ കൂടെ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞതിനപ്പുറത്തുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 384 ഗ്രാമപഞ്ചായത്ത് വാർഡുകളുണ്ടായിരുന്ന BJPക്ക് കേരളത്തിൽ ഇപ്പോൾ 984 വാർഡുകളുണ്ട്. ഈ പറയുന്ന ബംഗാളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്കാണ് പോയത്. നിങ്ങളുടെ എന്നാൽ CPIയുടെ നേതാവാണ്, CPIയുടെ സ്ഥാനാർത്ഥിയാണ്. എങ്കിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്കാണ് പോയത്. അവർക്ക് ചിലയിടങ്ങളിൽ, അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ ക്ഷീണമുണ്ടാകുന്നു എന്ന് റിയാസ് പറയുമ്പോൾ, പക്ഷേ അവർക്ക് ഭരണമില്ലാത്ത ഇടങ്ങളിൽ വോട്ട് ശതമാനം കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് എന്നത് കാണേണ്ടതാണ്.
തീർച്ചയായിട്ടും അത് കാണാതിരിക്കുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് സനീഷ് എങ്ങനെ എടുത്തതെന്നുണ്ടെങ്കിൽ ഈ മഹാസഖ്യം ഇതൊക്കെ തന്നെ കേവലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല ഇത്തരം കൂട്ടായ്മകൾ രൂപപ്പെടേണ്ടത്. ഇന്ന് രൂപപ്പെടണം, നാളെ രൂപപ്പെടണം, മറ്റന്നാൾ രൂപപ്പെടണം. അങ്ങനെ രൂപപ്പെട്ടാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് പ്രതിഫലിക്കൂ. ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കൂട്ടിക്കെട്ടൽ മുന്നണികൾ വരുന്നു BJPക്കെതിരെ. യു പിയിൽ എന്താ നടന്നത്? യു പിയിൽ ഡിമോണറ്റൈസേഷൻ ചർച്ച ചെയ്തോ? സമാജ്വാദി പാർട്ടി ഒരു ചെറു പ്രകടനം പോലും ഡിമോണറ്റൈസേഷനെതിരെ നടത്തിയിട്ടില്ല. BSP നടത്തിയിട്ടില്ല. യു പിയിൽ മതവർഗീയത, ഹിന്ദുത്വ രാഷ്ട്രത്തിനെതിരെ മറ്റു മതജാതീയ കാർഡ് ഉപയോഗിച്ച് അതിനെ നേരിടാൻ നോക്കി. അങ്ങനെ നേരിട്ടാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാവും. അങ്ങനെ നേരിടുന്നതിന് പകരം തെരഞ്ഞെടുപ്പൊക്കെ നാളെ വരുമോ വരൂല എന്നുള്ള വേറെ കാര്യം, ദൈനംദിന വിഷയങ്ങളിൽ ജനങ്ങളുടെ കൂട്ടായ്മകൾ, കൂട്ടിയോജിപ്പലുകൾ നടക്കണം. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ BJPക്ക് ക്ഷീണം വരും. അത് ഭാവിയിൽ നടന്നിരിക്കും. കാരണം ഓരോ വ്യക്തിയും, ഓരോ പൗരനും അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ കാരണം അന്വേഷിക്കും. ആ അന്വേഷണം ഈ കൂട്ടായ്മകളിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ലിസ് മാത്യു, BJPക്കെതിരായിട്ടുള്ള പ്രചാരണങ്ങളുടെ, അവർക്കെതിരായിട്ടുള്ള മഹാസഖ്യ രൂപീകരണങ്ങളുടെ, തെരഞ്ഞെടുപ്പ് സഖ്യം എന്ന നിലക്ക് മാത്രമല്ല, അവർക്കെതിരായിട്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നതിനെയൊക്കെ അവരും മനസ്സിലാക്കുന്നുണ്ടാകുമല്ലോ. എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ ഒരേ സാഹചര്യം നിൽക്കുകയില്ല എന്നറിയാൻ മാത്രം നല്ല സാമർഥ്യമുള്ള നേതാക്കൾ തന്നെയാകുമല്ലോ സ്വാഭാവികമായിട്ടും BJPക്ക് ദേശീയ തലത്തിലുണ്ടാവുക. അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ കൂടെ അവർ ആവിഷ്കരിക്കുന്നുണ്ടാകുമോ? തങ്ങൾക്കിപ്പോഴിടമില്ലാത്ത സംസ്ഥാനങ്ങളിലേക്ക് വേരുറപ്പിച്ചാൽ മാത്രമേ ഇപ്പോൾ അധികാരമുള്ള ഇടങ്ങളിൽ വരുന്ന ചെറിയ ക്ഷീണത്തെ മറികടക്കാനാവുകയുള്ളൂ എന്ന തോന്നൽ കൂടി അവർക്കുണ്ടാകുമല്ലോ. ആ അർത്ഥത്തിൽ ഈ പറയുന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വരാവുന്ന ഒന്നിച്ചുള്ള എതിർപ്പിനെ, അപ്പോഴത്തേക്ക് വരാവുന്ന ഭരണവിരുദ്ധ വികാരം എന്ന സംഗതിയെയൊക്കെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ കൂടെ അവർക്ക് വിജയകരമായിട്ട് ആവിഷ്കരിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും BJPക്ക് ഇതിനെപ്പറ്റി അവബോധം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, UP എന്നുള്ള സംസ്ഥാനങ്ങളിൽ കുറച്ച് സീറ്റ് പോവും. അതുകൊണ്ട് പുതിയ ഒരു കാച്ച്മെന്റ് ഏരിയ എന്നുള്ള വാക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. ഒരു 116 സീറ്റോളം അവർ അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നു പാർട്ടി അധ്യക്ഷൻ കൊടുത്തത്. അത് ഹാവിംഗ് സെഡ് ദാറ്റ്, നേരത്തെ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ BJPക്ക് അതിനു മുമ്പ് ഈ ഡിമോണിറ്റൈസേഷൻ പോലെയുള്ള വിഷയം തീർച്ചയായിട്ടും ഉത്തർപ്രദേശിലെ ഒരു വലിയ വിഷയം തന്നെയായിരുന്നു. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പല ഒപ്പോസിഷൻ നേതാക്കന്മാരും അവരുടെ എല്ലാ പ്രസംഗത്തിലും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. ഞാൻ UP വളരെ എക്സ്റ്റൻസീവായിട്ട് കവർ ചെയ്ത ഒരാളാണ്. പക്ഷേ എന്താണെങ്കിലും ഒരു ക്രെഡിബിലിറ്റി എന്നുള്ള ഒരു ഫാക്ടർ, നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്ന ഒരു ക്രെഡിബിലിറ്റി മറ്റ് നേതാക്കന്മാർക്കൊന്നും ഇല്ലാതെ പോയി. അതായത് നരേന്ദ്രമോദി ഡിമോണിറ്റൈസേഷനെ UPയിലെ, ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഇത് പാവങ്ങളും പണക്കാരും തമ്മിലുള്ള ഒരു വിടവ് നികത്താനുള്ള ഒരു കാരണമാണ്. അതായത് സാധാരണക്കാരന്റെ ഒരു അടുത്ത് ചെന്ന് നിങ്ങളുടെ പൈസ പോയിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ പണമില്ലല്ലോ, അതേസമയം നിങ്ങളുടെ അടുത്തുള്ള വലിയ പണക്കാരന്റെ പൈസയെല്ലാം പോയി എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ നിന്നുണ്ടായ ആൾക്കാർക്ക് നരേന്ദ്രമോദിയുടെ ഡിമോണിറ്റൈസേഷനോട് ഉണ്ടായിട്ടുള്ള ഒരു വിശ്വാസം, അതിനെയായിരുന്നു ഉത്തർപ്രദേശിൽ അവർ മുതലെടുത്തത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റിയാസ് പറഞ്ഞ മറ്റൊരു കാര്യം ശരിയാണ്. ഇപ്പോൾ എഫക്റ്റീവായിട്ട് ഗ്രൗണ്ട് ലെവലിൽ നോക്കുമ്പോൾ BJP അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ എടുത്ത ഒരു തീരുമാനവും ജനങ്ങൾക്ക് ഇതുവരെ അതിന്റെ എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അങ്ങനത്തെയുള്ള ചിലപ്പോൾ അവരെടുത്ത ഇനിഷ്യേറ്റീവിന്റെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ എഫക്റ്റ് ഉണ്ടാവും. അത് വരുന്നതുവരെ ജനങ്ങളെ എങ്ങനെ നിർത്തണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്വപ്ന ലോകത്തിൽ നിർത്തുക. ഉത്തർപ്രദേശിലെ ഒരു വോട്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ എന്താണ് നരേന്ദ്രമോദി നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നുള്ള ആ ഒരു ഉമ്മീദ് എന്നുള്ള ഒരു വാക്കാണ് ഹിന്ദിയിൽ അതിന് ഉപയോഗിക്കുന്നത്. അതിനെ നിലനിർത്തിയാണ് BJP ഇന്നുവരെ ഇലക്ഷൻ ജയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കൗ സ്ലോട്ടർ,
അങ്ങനെയുള്ള കോൺട്രോവേഴ്സ്യൽ ഇഷ്യൂസ് ചർച്ച ചെയ്യുന്നതും അതിനകത്ത് ബി ജെ പിയെ മറ്റുള്ളവർ ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നതും ബി ജെ പിക്ക് ഇന്ന് വരെ വളരെ പ്രയോജനകരമായിട്ട് അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം സാധാരണ ഒരു ഹിന്ദുവിന്റെ മനസ്സിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ഒരു വികാരം വരുത്തി തീർക്കാനായിട്ട് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. അതിനെയാണ് അവർ ഇന്നുവരെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നാളെ ആ ഒരു വികാരം കൊണ്ട് മാത്രം ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർ വോട്ട് ചെയ്യുമോ എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റില്ല. അത് നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്വാഭാവികമായിട്ടും റിയാസ് പറഞ്ഞതുപോലെ എനിക്കെന്ത് പറ്റി, എനിക്കെന്ത് കിട്ടി, അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിന്റെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തെ ഭരണം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് ജനങ്ങൾ ആലോചിക്കുന്ന ഒരു സമയം വരും. അന്ന് എങ്ങനെയായിരിക്കും ബി ജെ പിയുടെ സ്ട്രാറ്റജി എന്ന് നമുക്ക് കാത്തിരുന്ന് മാത്യു. സമയക്കുറവുകൊണ്ടാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ ജേക്കബ് ജോർജ്, കേരളത്തിൽ ഞങ്ങൾ തടയും, താങ്കളാണ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീ ജേക്കബ് ജോർജ്, നമുക്ക് ഈ ചർച്ച അവസാനിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഇതിനെ തടയുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇവിടുത്തെ സർക്കാരിന് ആ നിലക്കുള്ള പ്രചാരണം നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ല, എന്നോടല്ലേ താങ്കളോടാണ്. എനിക്ക് അവസാനിപ്പിക്കേണ്ട ശ്രീ ഒരു ഭരണം ജനങ്ങൾക്ക് എന്ത് പ്രയോജനം പറയാനുള്ള അവസരം തരാതെ പിന്നെ നമ്മൾ ചർച്ചയ്ക്ക് വന്നിട്ട് ഈ പറയുന്ന ശരിയല്ല, ഈ നിലപാട് ശരിയല്ല. ബി ജെ പി വിരുദ്ധമായിട്ട് പ്രചരിപ്പിക്കണമെങ്കിൽ പ്രചരിപ്പിച്ചു. എനിക്ക് മറുപടി പറയാനുള്ള സമയം തരാതെ ഈ മെത്തേഡ് ശരിയല്ല. ഞാൻ നിങ്ങളുടെ മുമ്പും പറഞ്ഞു. ഒരു നിമിഷം. ഒരു പാർട്ടിക്ക് ജയിച്ചാൽ മാത്രം പോരാ. നേരത്തെ ലിസ് മാത്യു പറഞ്ഞതുപോലെ നല്ല ഭരണം കാഴ്ചവെക്കണം. നല്ല ഭരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരം കിട്ടണം, ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വേണം. അത് നരേന്ദ്രമോദി ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും വേറെ ഏത് ആദിത്യനാഥ് ആണെങ്കിലും ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ഇതാണ് അതിൻ്റെ സത്യം. അത് ഭരണത്തിൽ ഫലപ്രദമായ ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിന് വിജയിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് കുറേ സീറ്റുകൾ അവിടെ നോർത്തിൽ പോകും, അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മറ്റ് സീറ്റുകൾ കണ്ടെത്തേണ്ടി വരും എന്ന്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്. ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീമതി ലിസ് മാത്യു, അവർ പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കാൻ 8 മിനിറ്റ് താങ്കൾക്കുണ്ട്. ശ്രീ പത്മകുമാർ, താങ്കളാണ് ചർച്ച അവസാനിപ്പിക്കുന്നത്. അതാണ് സ്ട്രാറ്റജി. അതാണ് എന്റെ ഞാൻ ചെയ്യാനിരുന്ന അതാണ്. താങ്കളാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. താങ്കൾ അത്രയും 3 മിനിറ്റ് കളഞ്ഞു. മറുപടി. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ബി ജെ പിക്ക് എതിരായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റിന്റെ പ്രഖ്യാപനങ്ങൾ 270 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾ ജനങ്ങൾക്ക് എത്തിയിട്ടില്ല. അവർ ഏത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറയാം, യു പിയിൽ തന്നെ ഞാൻ പറഞ്ഞു തരാം. ഏകദേശം 53 ലക്ഷം ആളുകൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കിട്ടി. നിഷേധിക്കാൻ കഴിയുമോ? ഏകദേശം 63 ലക്ഷം ആളുകൾക്ക് ഈ മുദ്രാ ലോണിൻ്റെ ഗുണം കിട്ടി. 2 വർഷമായി 16, 17, 15, 16, 16, 17 63 ലക്ഷം ആളുകൾക്ക് മുദ്രാ ലോണിൻ്റെ ഗുണം കിട്ടി. ഈ കേരളത്തിൽ 8000 കോടി രൂപ മുദ്രാ ലോണിൻ്റെ കൊടുത്തിട്ടുണ്ട്. അവിടെ 865 ഹൈവേകൾ പഴയതും പുതിയതുമായി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. 1465 ഗ്രാമങ്ങൾ പുതുതായി വൈദ്യുതി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 കോടി ആളുകൾക്ക് ജൻധൻ കൊണ്ടു തുടങ്ങിയിട്ടുണ്ട്. 2.5 കോടി ആളുകൾക്ക് 12 രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റു കാര്യങ്ങൾ ഞാൻ പറയാം. തൊഴിൽ മേഖലയിൽ എന്ത് പരിവർത്തനമാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം? നിങ്ങൾ മുമ്പ് ഗ്രാറ്റുവിറ്റി വേണമെങ്കിൽ 5 വർഷം വേണമായിരുന്നു തൊഴിലാളികൾക്ക്. ഇപ്പം 3.5 വർഷം ഉണ്ടെങ്കിൽ ആ ഗ്രാറ്റുവിറ്റി വരും. കഴിഞ്ഞ 1 വർഷത്തെ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്ന ഡേറ്റ് ശമ്പളം കൊടുക്കുന്നത് 15 ദിവസത്തേക്കാണെങ്കിൽ ഇപ്പം 20 മുതൽ 23 വരെ കൊടുക്കും. ബോണസ് 3500 രൂപയായിരുന്നത് ഇപ്പം 7500 രൂപയാക്കി. ബോണസിന്റെ പരിധി 10000 രൂപ ശമ്പളത്തിന്റെ സാലറി ഉണ്ടായിരുന്നത് ഇപ്പം 21000 രൂപയാക്കി. അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവ് 26 ആഴ്ചയാക്കി കൊടുത്തു. അതിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഉള്ള രീതിയിൽ അവർക്ക് കൂടുതൽ ആനുകൂല്യം കൊടുത്തു. ESI ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അൺഓർഗനൈസ്ഡ് തൊഴിലാളികൾക്ക് മാളുകളിൽ പണിയെടുക്കുന്നവർക്ക് ആശാ വർക്കർക്കൊക്കെ ESI സംരക്ഷണം കൊടുത്തു. ഈ കാർഷിക മേഖലയിൽ ഈ പ്രാവശ്യമാണ് നെഗറ്റീവ് ഗ്രോത്തിൽ നിന്ന് പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ വേപ്പിൻ്റെ എണ്ണ ചേർത്തിട്ട് അമോണിയം മറ്റു കാര്യത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വേപ്പെണ്ണ കലർത്തിക്കൊണ്ട് കർഷകർക്ക് വേറെ രീതിയിൽ അത് ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള എണ്ണി പറയാൻ നിരവധി പദ്ധതികൾ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് എവിടെയെങ്കിലും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഇതൊന്നും ഗവൺമെൻറ്റിൽ ജനങ്ങൾക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതി പദ്ധതി നടപ്പിലാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്.
ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന എല്ലാവർക്കും പാർപ്പിട പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മനസ്സിലാക്കാതെ വെറുതെ ഇരുന്നുകൊണ്ട് BJP വിരുദ്ധമായി പ്രചരണം നടത്തുന്നതാണെങ്കിൽ ഉപയോഗിച്ചോ. പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമില്ല. ഇതുകൊണ്ടാണ് ഈ പശുവിന്റെ വാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് UP-യിൽ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ നടത്തിയ 71 MP-മാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് അവിടെ വോട്ട് ചെയ്തത്. നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങളാണ് വിജയിക്കുക, അല്ല അതിനെതിരായിട്ടുള്ള എല്ലാവരുടെയും ഒന്നിച്ചുള്ള എതിർപ്പല്ല എന്ന് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ആരെങ്കിലും ബീഫ് ചർച്ച ചെയ്യാനോ വേറൊന്നിനും വന്നില്ലല്ലോ. ഞങ്ങൾ വികസന പ്രവർത്തനം മോഡി പറഞ്ഞിട്ടുള്ളതും അമിത്ഷാ പറഞ്ഞിട്ടുള്ളതും വികസന പ്രവർത്തനങ്ങളുമായി ജനങ്ങൾ അത് ചർച്ച ചെയ്യണം. ഞങ്ങൾ അതിന് തയ്യാറുമാണ്. ഞങ്ങൾ അതേ ചർച്ച ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ഡൈവേർട്ട് ചെയ്യുന്നത് ബോധപൂർവ്വം ഈ വിഷയം സെൻസിറ്റീവ് ആക്കി കൊണ്ടുപോകാനാണ്. നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? ഈ പറയുന്ന മറ്റു 3 ആളുകളോടും സംസാരിച്ചതിന് ശേഷം താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ താങ്കൾ ഉയർത്തുന്ന പോയിന്റുകൾ ഇനി ആരും ഖണ്ഡിക്കുകയില്ല. അതിനുവേണ്ടിയാണ് അവസാനത്തേക്ക് വെച്ചത്. അതിനുവേണ്ടിയാണ് ഈ അവസാനത്തേക്ക് വെച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാൻ അവസാനത്തേക്ക് വെച്ചത്. വെറുതെ പ്രകോപത്തിനായിട്ട് അതിന്മേൽ ചർച്ചയില്ല. ഇനി അതിന്മേൽ ചർച്ചയിൽ താങ്കൾ പറഞ്ഞതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഇനി ചർച്ച. അതിനുവേണ്ടിയിട്ടാണ് സമയം അവസാനത്തേക്ക്. അല്ല പത്മകുമാർ, ഈ ഗുജറാത്തിൽ എന്തിനാ ഈ പട്ടേലർ സമരം ചെയ്യുന്നേ? പട്ടേൽ സമരം ചെയ്ത് ഞാൻ അതിപ്പോ സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എന്താ നിലപാടെടുത്തത്? അവിടെ ജോലി കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള സംസ്ഥാനം ഈ 29 സംസ്ഥാനത്തിൽ ഗുജറാത്താണ്. ഇവിടെ 40 ലക്ഷം ആളുകളാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കേരളത്തിൽ. ഈ 2 മുന്നണികൾ കൂടെ മാറി മാറി ഭരിച്ചിട്ട് എന്നിട്ടേ ജാർഖണ്ഡിൽ നിന്നും ബംഗാളിൽ നിന്നും മലയാള കേരളത്തിലേക്ക് വരുന്നതിനാ ജോലി തേടി. അതന്നെ ഞാൻ ചോദിക്കുന്നത്. ഗുജറാത്തിലേക്ക് ഇവിടെ 30 ലക്ഷം മലയാളികൾ ഗുജറാത്തിലുണ്ട്. 30 ലക്ഷം ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള പല പദ്ധതികളും UPA ഗവൺമെന്റിന്റെ കണ്ടിന്യൂസ് പ്രോഗ്രാം മാത്രമാണ്, ഇൻക്ലൂഡിംഗ് ദാറ്റ് മറ്റേണിറ്റി ബില്ലിന്റെ കാര്യം. അത് UPA ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഇതാണ്. അത് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിച്ചെന്ന് മാത്രം. പിന്നെ തീർച്ചയായിട്ടും ഗ്യാസ് വിതരണത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. അതിനകത്തുനിന്ന് ശരിക്കും ഇത് സൗജന്യമായിട്ട് വിതരണം ചെയ്തതേ ഉള്ളൂ. ഈ ഗ്യാസിന്റെ വില ഓരോ മാസവും കൂട്ടുന്നുണ്ട്. അതിനെപ്പറ്റി സർക്കാർ എന്ത് ചെയ്തു? അതൊക്കെ ഇനിയും വിഷയമാകും. ആവശ്യമുള്ള 12 സിലിണ്ടർ കൂടുതൽ ഒരു സാധാരണക്കാരന് വേണ്ട. ഈ ഗവൺമെന്റ് സാധാരണക്കാരുടെ ഗവൺമെന്റ് ആയതുകൊണ്ടാണ്. മുദ്രാ ലോൺ ഏത് ഗവൺമെന്റ് ഏത് പദ്ധതിയാണ് UPA ഗവൺമെന്റിന്റെ? ഏത് ഗവൺമെന്റ് പദ്ധതിയാണ്? നമുക്ക് തർക്കത്തിലേക്ക് ശരിയെന്ന് മാത്രം വിചാരിക്കരുത്. വളരെ നന്ദി ശ്രീമതി ലിസ് മാത്യു, ശ്രീ JR പത്മകുമാർ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ മുഹമ്മദ് റിയാസ്, ഒപ്പം ശ്രീ PC ചാക്കോ ടെലിഫോണിലെത്തിയതിന്, ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. സ്വാഭാവികമായിട്ടും BJPക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് കേരളം കൂടെ അവരുടെ ശക്തി കേന്ദ്രമാക്കാമെന്നത്. ഏത് നിലക്കാണത് വരിക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാൻ ഉറപ്പിച്ച് BJP ദേശീയ നിർവാഹക സമിതി യോഗം സമാപിച്ചു. കേരളവും ബംഗാളും ലക്ഷ്യമിട്ട് പ്രത്യേക കർമ്മ പദ്ധതി. BJP ജയിക്കാത്ത ഇടമാക്കി കേരളത്തെ മാറ്റുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. UP-യിലെ ജയത്തേക്കാൾ വലിയ നേട്ടമാണ് നോട്ട് അസാധുവാക്കലിന്റെ വിജയമെന്ന് നരേന്ദ്രമോദി. ബന്ധു നിയമന വിവാദത്തിൽ EP ജയരാജനെതിരെ സംഘടനാ നടപടി ഉറപ്പ്. പരസ്യ ശാസനയ്ക്ക് സാധ്യത. CPI-യുമായി നയപരമായ പ്രശ്നമില്ലെന്നും കാനത്തോട് സംസാരിച്ചെന്നും കോടിയേരി ബാലകൃഷ്ണൻ. മുത്തലാഖിൽ മുസ്ലിം സ്ത്രീകൾക്ക് സാമൂഹ്യനീതി ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി. മുത്തലാഖ് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ സമുദായ വിലക്ക് വേണമെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. മുത്തലാഖ് ചൊല്ലുന്നത് ശരീഅത്ത് പാലിച്ചു വേണം. ഉടൻ മാർഗരേഖ പുറത്തിറക്കുമെന്നും ബോർഡ്. തുർക്കിയിൽ ഹിതപരിശോധന പുരോഗമിക്കുന്നു. ജനം വിധിയെഴുതുന്നത് രാജ്യം പ്രസിഡൻഷ്യൽ ഭരണത്തിലേക്ക് മാറണോ എന്ന കാര്യത്തിൽ. പോളിംഗ് ബൂത്തിലുണ്ടായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.